മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ശരിക്ക് ഭാരതത്തിൻ്റെ വളർച്ച അറിയണമെങ്കിൽ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ഈ ബിസിനസ് ലൈൻ ഒന്ന് വായിച്ചാൽ മതി. ഇതിൽ അവസാനത്തെ 4 പേജിൽ അഡ്വർടൈസ്മെൻറ്റുകളുണ്ട് ചെറിയ അക്ഷരത്തിൽ. അത് മാറ്റിവെച്ച് അതിനകത്തുള്ള വാർത്ത വായിച്ചാൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ വായിക്കാറുണ്ട്. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുത്തിട്ടാണ് www.dharmanews.in ധർമ്മന്യൂസ്.inൽ കൊടുക്കുന്നത്. അഭിമാനം തോന്നുന്ന വിധത്തിലുള്ളതാണ് എല്ലാ വാർത്തകളെല്ലാം. ഹിന്ദു ന്യൂസ് പേപ്പർ ഒരു പ്രോ മോഡി ഒന്നുമല്ല, കുറച്ച് കോൺഗ്രസും ലെഫ്റ്റിസ്റ്റും ഒക്കെ കൂടി ചേർന്നതാണ്. ഏതായാലും ഒരു ദിവസം ആ പേപ്പർ വായിച്ചാൽ ഒരാഴ്ചത്തേക്കുള്ള എനർജി കിട്ടും നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ചാണ്. പിന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ defensenews.in എന്ന് പറഞ്ഞ് ഭാരതത്തിലെ മിലിറ്ററിക്കാരുടെ ഒരു ന്യൂസ് ചാനലുണ്ട്. ഇന്റർനെറ്റിൽ പോയിട്ട് defensenews.in എന്ന് കൊടുത്താൽ മതി. എല്ലാ രസമാണ്, ഓരോ പാരഗ്രാഫ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ധർമ്മ ന്യൂസിലും കൊടുക്കുന്നുണ്ട്. ഡിഫൻസ് ന്യൂസിലുള്ളത് കൊണ്ട് ഇതിൽ വായിക്കാറില്ല എന്ന് മാത്രം. ഇനി കുറച്ച് പ്രധാനപ്പെട്ട രസകരമായിട്ടുള്ള കുറേ വാർത്തകൾ. സെന്റർ ടു ഓപ്ഷൻ സർപ്ലസ് PSP ലാൻഡ്. പബ്ലിക് സെക്ടറിലുള്ള കോടിക്കണക്കിന് ഹെക്ടാർ ലാൻഡുകൾ ഗവൺമെന്റ് പബ്ലിക് സെക്ടറിലെ കമ്പനികൾ വെറുതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുഴുവനും ഇൻഡസ്ട്രിയലൈസേഷൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് വ്യാവസായവൽക്കരണത്തിന് വേണ്ടി കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അത് ശരിക്കും 2 ആഴ്ചയ്ക്കുള്ളിൽ നടപടികൾ പൂർത്തീകരിക്കും. വൻകിട കമ്പനികൾക്ക് ധാരാളം ജോലി സാധ്യത ഉണ്ടാക്കാനും എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും അത് ഉപയോഗിക്കും. ഓരോ വ്യക്തിയും അവനവന്റെ അഭിപ്രായം വ്യക്തമായിട്ട് പറയുകയും ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്താലേ ഗവൺമെന്റിന്റെ തെറ്റുകളും പരിമിതികളും ഗവൺമെന്റിന് അറിയാൻ സാധിക്കുള്ളൂ എന്ന് പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രസ് റിലീസ് വന്നത് ഈ ന്യൂക്ലിയർ സെയിൽസ് ഗ്രൂപ്പിലെ NSG ഗ്രൂപ്പിന് ഈ വർഷം അവസാനത്തിന് മുമ്പ് ഭാരതത്തിന് അംഗത്വം ലഭിക്കാൻ അമേരിക്ക വേണ്ടതെല്ലാം ചെയ്യുമെന്ന് അമേരിക്ക വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മാത്രമല്ല, വൈറ്റ് ഹൗസിലെ വക്താവ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലെ ഡിഫൻസ് ഫെസിലിറ്റിയിൽ 99% ഫെസിലിറ്റീസും ഇന്ത്യക്ക് ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അമേരിക്ക ഇന്ത്യയുടെ കൂട്ടത്തിലുണ്ടാവും, ഇന്ത്യക്ക് അമേരിക്കയുടെ കൂട്ടത്തിൽ നിൽക്കാം. 99% ഫെസിലിറ്റി ഡിഫൻസിന് വേണ്ടത് അമേരിക്ക ഭാരതത്തിന് നൽകുന്നുണ്ടായിരിക്കും. ശരിക്കും ഇന്ത്യയിലെ മാർക്കറ്റിംഗ് വളരെ വളരെ ഉജ്ജ്വലമായ രീതിയിൽ വികസിക്കുന്നു. ഓരോ മാസവും പല കമ്പനികളും $2.3 ബില്യൺ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഭാരതത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളറിന്റെ എക്സ്പെൻഡിച്ചർ. ഇന്നലെ 1 മണിക്കൂർ കൊണ്ട് 6000 കോടി രൂപയുടെ 3 നാഷണൽ ഹൈവേ ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റുകൾ സാങ്ഷൻ ചെയ്തു, പണി ആരംഭിക്കുകയാണ്. ഒരു ദിവസം 28 കിലോമീറ്റർ ദൂരത്തിൽ നാഷണൽ ഹൈവേ പുതിയതായിട്ടുള്ളത് ആരംഭിക്കുന്നു, പഴയതിൻ്റെ മെയിൻ്റനൻസ് കൂടാതെ. ഇപ്പോൾ ഭാരതം അസാധാരണമാം വിധത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു വരുന്നു. മാത്രമല്ല ലോജിസ്റ്റിക്കുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതിൽ നമ്മുടെ ലോറി പാഴ്സലുകളും ബാക്കിയുള്ളതും ഡെസ്റ്റിനേഷനിലെത്താൻ ഉള്ള ബുദ്ധിമുട്ടുകൾ, ടോള് കൊടുക്കലാണെങ്കിലും റോഡിൻ്റെ കണ്ടീഷനാണെങ്കിലും ലോകത്തിൽ 32ാമത്തെ സ്ഥാനത്തായിരുന്നു ഭാരതം നിന്നിരുന്നത്. അത് ഏതാണ്ട് ഒരു 3 മാസം കൊണ്ട് 19ാമത്തെ സ്ഥാനത്തേക്ക് എത്തി. അതായത് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഒരു സാധനം എത്തിക്കാൻ വേണ്ടി വരുന്ന മാൻ പവറും ടൈമും വേസ്റ്റേജും അതെല്ലാം കുറയ്ക്കാൻ സാധിച്ചതുകൊണ്ടാണ് 32ാമത്തെ സ്ഥാനത്ത് നിന്ന് 19ാമത്തെ സ്ഥാനത്തിലേക്ക് ഭാരതം എത്തിയത്. ഏറ്റവും ഉജ്ജ്വലമായിട്ട് അഭിമാനം തോന്നുന്ന ഒരു പരിപാടി ബ്രോഡ്ബാൻഡിലൂടെ 1.5 ലക്ഷം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. 1 ലക്ഷം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പരിപാടികൾ തീർന്നു.
ഈ 1.5 ലക്ഷം കൂടി തീരുമ്പോ 2.5 ലക്ഷം ഗ്രാമപഞ്ചായത്തുകളെ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് വഴിക്ക് ബന്ധിപ്പിക്കുന്നുണ്ടാവും ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രോഗ്രാമായിട്ട്. കൊക്കക്കോളയും കോക്കും കുടിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ലതല്ല. പക്ഷേ $5 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർ ഭാരതത്തിൽ നടത്താൻ പോകുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊക്കക്കോളയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ $5 ബില്യൺ പ്രോജക്റ്റ് ആണ് കോക്ക മുമ്പോട്ട് വയ്ക്കുന്നത്. അടുത്തത് ഒമാൻ എയർവേസ് ഭാരതത്തിലെ വിവിധ എയർപോർട്ടിലേക്ക് സിറ്റിയിലേക്ക് അവരുടെ വിമാനം പറപ്പിക്കാൻ എന്നും എത്ര വേണമെങ്കിലും റെഡിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹോങ്കോങ്ങിലെ ഇലക്ട്രോണിക്സ് കമ്പനി മഹർ സ്കൈവർക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലുള്ള ഒരു കമ്പനിയാണ്. അവര് ഭാരതത്തിലെ ഇലക്ട്രോണിക് മാർക്കറ്റിന്റെ 10% പിടിച്ചെടുക്കാൻ വേണ്ടി ബില്യൺസ് ഓഫ് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഭാരതത്തിലെ വിവിധ വൻകിട പ്രോജക്റ്റുകൾ L&T ലാർസൻ ആൻഡ് ടൂബ്രോ കമ്പനി 2416 കോടി രൂപയുടെ പ്രോജക്റ്റ് അവർക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ മുമ്പിലത്തെ ആഴ്ച 1165 കോടി രൂപയുടെ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. പവർ ട്രാൻസ്മിഷൻ അതിൽ 1120 കോടി രൂപയുടെ പ്രോജക്റ്റ് അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് കോടി രൂപയുടെ പ്രോജക്റ്റുകളാണ് ഇപ്പോ ഓരോ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല R&Dയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ സാധാരണഗതിയിൽ അമേരിക്ക, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് മുമ്പിൽ നിൽക്കാറുള്ളത്. പ്രൊഡക്ഷനും ബാക്കി കാര്യങ്ങളിലും ഇന്ത്യയിലേക്ക് അവർ വരുന്നുണ്ടെങ്കിലും R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യയിൽ ആരും താല്പര്യം കാണിക്കാറില്ല. എന്നാലും ഇന്ത്യ ബിക്കംസ് ദ ടോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ R&D എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അമേരിക്ക, ചൈന അങ്ങനെയുള്ള രാജ്യങ്ങൾ പോലും അവരുടെ 57 യൂണിറ്റുകൾ ഇന്ത്യയിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ R&D ചെയ്യുന്നതിൽ അമേരിക്കക്കാര് 57 പോയിന്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ശരിക്ക് ചൈന 13 പോയിന്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. അമേരിക്ക 34 പോയിന്റിലും ചൈന 13 പോയിന്റിലും നിൽക്കുന്നു എങ്കിൽ ഭാരതം 57ാമത്തെ പോയിന്റിലാണ് നിൽക്കുന്നത്. R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റില് ഭാരതം 57ാമത്തെ പോയിന്റിലും അമേരിക്ക 34ാമത്തെ പോയിന്റിലും ചൈന 13ാമത്തെ പോയിന്റിലുമാണ് നിൽക്കുന്നത്. ആകെ പോയിന്റ് 190 ആണെങ്കിൽ അതിൽ 57 പോയിന്റും ഇന്ത്യക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു 30% ഇൻക്രീസ് ആണ് R&Dയിൽ ഭാരതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അസാധാരണമായ വളർച്ച. പണ്ട് മോഡി പ്രധാനമന്ത്രി ഒരു സന്ദേശം കൊടുത്തിരുന്നു. നിങ്ങളുടെ കടകള്, നിങ്ങൾ റീറ്റെയിൽ ഷോപ്പുകള് നിങ്ങൾ ഞായറാഴ്ചയും തുറക്കാം, ഇല്ല 1, 2, 3 മണിക്കൂർ കൂടുതൽ തുറക്കാം. അപ്പൊ കുറെ ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടും, നിങ്ങൾക്ക് ലാഭം കിട്ടും, 1, 2, 3 പേർക്ക് കൂടുതൽ ജോലിയും കിട്ടും. അങ്ങനെ ഭാരതത്തിലെ കോടിക്കണക്കിന് റീറ്റെയിൽ ഷോപ്പുകാര് ഒരു ഞായറാഴ്ചയും ശനിയാഴ്ചയും ലേറ്റ് ഈവനിങ്ങും തുറക്കുകയാണെങ്കിൽ എത്രയോ അധികം വ്യക്തികൾക്ക് ജോലി സാധ്യത കൂടുന്നത് കൊണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു 3 ആഴ്ച മുമ്പ്. ഇന്നലെ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു, എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളോടും പറയാൻ ഏത് കടക്കാർക്ക് വേണമെങ്കിലും 24 മണിക്കൂറും 7 ദിവസവും അവരുടെ കടകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കാനായിട്ട്. കേന്ദ്ര ഗവൺമെന്റ് അതിനെ എതിർക്കില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്റ്റായിട്ട് സംസ്ഥാന ഗവൺമെന്റുകൾ 24x7 രീതിയിൽ കടകൾ തുറക്കാനുള്ള പെർമിഷൻ നൽകാം. ഈ ശമ്പള വർധന കേന്ദ്ര ഗവൺമെന്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത് 50 ലക്ഷം തൊഴിലാളികൾക്കും 58 ലക്ഷം പെൻഷൻകാർക്കും അത് വളരെയേറെ പ്രയോജനപ്പെടും എന്ന് മാത്രമല്ല, അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബാംഗങ്ങൾക്കും വളരെ വലിയൊരു അനുഗ്രഹമായിരിക്കും. ഏറ്റവും കുറഞ്ഞ ശമ്പളം അത് 18,000 രൂപയും ഏറ്റവും കൂടിയ ശമ്പളം 2.5 ലക്ഷം രൂപയും ആയിട്ട് 2016 ജനുവരി 1 മുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും ഈ ശമ്പള വർധന. അഹമ്മദാബാദിലെ
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ 12 പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ പ്രൈവറ്റ് കമ്പനികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് കമ്പനികൾ ഒളിമ്പിക്സ് താരങ്ങളെ സ്പോൺസർ ചെയ്യുന്നതും പ്രൈവറ്റ് കമ്പനികൾ IIM, IIT, IISc തുടങ്ങിയ സ്ഥലങ്ങളിലെ ഡിപ്പാർട്ട്മെന്റ് സ്പോൺസർ ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. ശരിക്ക് സോഷ്യൽ ഇന്നോവേഷനിലും ലീഡർഷിപ്പിലും മാർക്കറ്റിംഗിലും സ്ട്രാറ്റജിക് മാനേജ്മെന്റിലും കോർപ്പറേറ്റ് ഗവർണൻസ്, സൊസൈറ്റൽ ഡെവലപ്മെന്റ് തുടങ്ങിയതിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ പ്രൈവറ്റ് കമ്പനികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആമസോൺ എന്നൊരു കമ്പനി ഇന്ത്യയിലെ നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്ത് 25,000 സ്റ്റുഡൻസിനടുത്ത് 1 വർഷം കൊണ്ട് ട്രെയിനിങ് കൊടുക്കാനും അവർ ഭാരത ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാ ബാങ്കുകൾ ഈ ഭാരതം മുഴുവനും ഉണ്ടാക്കാനും അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ബോംബെയിലെ അവരുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള 2 ഡാറ്റാ ബാങ്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ ആമസോണിലെ ഡയറക്ടർ നീതി ആയോഗും അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ജെറ്റ്ലി ഫിനാൻസ് മിനിസ്റ്ററും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ ക്ലിയറൻസ് 100 ദിവസത്തിനകം കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു പ്രോജക്റ്റും വെച്ചുപിടിപ്പിക്കരുത് എന്ന്. 50,000-ഓളം ടാക്സ് കൊടുക്കുന്ന വ്യക്തികൾ, 40,000-നും 50,000-നും ഇടയ്ക്ക് എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും കൊടുക്കുന്ന വ്യക്തികളിലെ സർവേ നടത്തിയിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് CBEC അവർ സർവേ നടത്തിയിട്ട് ചോദിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കാനും അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോഴത്തെ സംവിധാനം എങ്ങനെയാണ്? 40,000-നും 50,000-നും ഇടയ്ക്ക് ടാക്സ് പേയേഴ്സിൽ നടത്തിയിരിക്കുന്ന സർവേ അനുസരിച്ച് 99% ഈ ടാക്സ് പേയേഴ്സും പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ടാക്സ് അടയ്ക്കുന്നത് വളരെ ലിബറലും വളരെ ഫ്രണ്ട്ലിയുമായിട്ടുണ്ട്, ഞങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് ആണെന്ന് സർവേ കാണിക്കുന്നു. അതേപോലെ തന്നെ ആക്സിസ് ബാങ്ക് എങ്ങനെയാണ് ഗവൺമെന്റിന്റെ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകൾക്ക് സഹായിക്കുക എന്ന് തീരുമാനിക്കാൻ ഒരു ലാബറട്ടറി തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു ബാങ്ക് സ്റ്റഡി നടത്താനുള്ള ഒരു സർവേ ലാബറട്ടറി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അമുൽ മിൽക്ക് പൗഡറും അമുൽ മിൽക്ക് പ്രൊഡക്ഷനും അവരിപ്പോൾ 280 ലക്ഷം ലിറ്റർ പാലാണ് പ്രോസസ് ചെയ്യുന്നത്. 280 ലക്ഷം ലിറ്റർ പാല് അമുല് ഉൽപ്പാദിപ്പിച്ച് പ്രോസസ് ചെയ്യുന്നു. അത് ഈ വർഷം 320 ലക്ഷം ലിറ്റർ ആക്കാനും അതിനുവേണ്ടി 3,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ പബ്ലിക് സെക്ടറുകളിൽ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള പബ്ലിക് സെക്ടറുകൾ അവർക്ക് മാത്രം ഒഴിച്ചിടാതെ ഗവൺമെന്റ് കമ്പനികളിലും പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് വളരെ വളരെ ഭംഗിയായിട്ട് ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നു. ബ്ലാക്ക് മണി, കറുത്ത പണം ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയൊരു കുതിച്ചുചാട്ടത്തിൽ 13,000 കോടി രൂപ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. അത്രയും കോടി രൂപ ഭാരതത്തിലേക്ക് കൊണ്ടുവരാനും അതിൻ്റെ ടാക്സ് എടുക്കാനും ശിക്ഷിക്കാനുമുള്ള തീരുമാനങ്ങൾ 1-2 ദിവസത്തിനകം നടപ്പിലാക്കും. ശരിക്ക് ശ്രീലങ്ക ഭാരതവുമായിട്ട് അസാധാരണമാം വിധത്തിൽ അടുത്ത് അവരുടെ എല്ലാ പ്രോജക്റ്റുകളും ഭാരതത്തിലൂടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ധാരാളം വാർത്തകൾ ഇതുപോലെ നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ചുണ്ട്. ഞാനതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം വായിച്ചെന്നേ ഉള്ളൂ. അത് വായിക്കാനൊരു കാരണം, നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇതുപോലെ പോയിന്റായിട്ട് ആരെങ്കിലും പറയണം. dharmanews.in എന്നുള്ളത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ, വാട്സപ്പ് പോലെ തന്നെ ആപ്ലിക്കേഷനിൽ കിട്ടും. വെറുതെ ഗൂഗിളിൽ ചെന്ന് dharmanews.in എന്ന് കൊടുത്താൽ മതി. വെറുതെ ഗൂഗിളിൽ ചെന്ന് dharmaradio.in എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റേഡിയോ കേൾക്കാനും സാധിക്കും, ഇതുപോലെയുള്ള ന്യൂസ് വായിക്കാനും. 1000കണക്കിന് അച്ചീവ്മെന്റുകൾ
ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിഫൻസിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഞാൻ മുഴുവനും വായിക്കണില്ല, അത്രയും അധികം ഉണ്ട്. അത് നിങ്ങൾ defensenews.in എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിലെ ഡിഫൻസിന്റെ ഓരോ ദിവസത്തെയും വളർച്ച, അച്ചീവ്മെന്റുകൾ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.